ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മാളൂസിൻ്റെ നമ്മൾ അടുത്തുള്ള അമ്പലത്തിൽ, നമ്മുടെ ചാലിശ്ശേരി അമ്പലത്തിൽ ചോറൂണിന് വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യാം. അതാ അവളെ രാവിലെ തന്നെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾക്കും അതേ നമ്മൾ ഗുരുവായൂരൊക്കെ പോയി വന്നതിൻ്റെ ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ യാനൂനെ കുളിപ്പിച്ച് റെഡിയാക്കി ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് പോകുന്നത്. ഞാനും മാളൂസും യാനും ഏട്ടനും കൂടിയിട്ട് ഞങ്ങൾ ബൈക്കുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു. അവിടെ അടുത്താണല്ലോ. അപ്പം ഞങ്ങളങ്ങനെ റെഡിയായി. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാട്ടോ അത് എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി ഇത് ഇടുമ്പോൾ ചിലപ്പോൾ 2 ദിവസം കൂടിയൊക്കെ വൈകിണ്ടാവും എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് സൗണ്ടൊക്കെ പോയിരിക്കായിരുന്നു, പനിയാണ്. ഇപ്പോഴും സൗണ്ട് റെഡി ആയിട്ടില്ല. പിന്നെ ഞാനിത് ഇനിയും എന്താ പറയുക, ഇടാൻ വൈകണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ഉള്ള സൗണ്ടിൽ എഡിറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിലേക്ക് എത്തി. മാളൂസ് ഇതാ അവളെ ഉറക്കം കഴിഞ്ഞ് നീറ്റു. ചെറിയൊരു ഉറക്കം ഉറങ്ങി. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു രാവിലെ അല്ലേ. പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ അമ്പലത്തിലെ രസീത് എടുക്കുകയാണ്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതാ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അൻപിക്കരെ ഏട്ടൻ്റെ മടിയിൽ ഇരുത്തിയിരിക്കുകയാണ്. ഞാനോട്ടിനും അടുത്തിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് നീറ്റ് വരും, അവിടെ തന്നെ പോയിരിക്കും. അങ്ങനെ അതാ പേരൊക്കെ വിളിച്ച് ഏട്ടൻ അവൾക്ക് കൂരയൊക്കെ തൊട്ട് കൊടുത്തിട്ട് മധുരം നാവുമ്പോൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. മധുരമൊക്കെ അവൾക്ക് നല്ല ഇഷ്ടമാണ്. ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വേഗം പോകുന്നു കേട്ടോ. കാരണം നല്ല വെയിലും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് വെയിൽ കൂടുതലാവുന്നതിന് മുന്നേ പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് പോകുന്നു. നമ്മൾ വീട്ടിലെത്തുമ്പോൾ 9 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ടൈം. അപ്പോൾ പിന്നെ ഞങ്ങൾ ചായ ഉണ്ടാക്കാൻ പാൽ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും യാനൂട്ടനും കൂടിയിട്ട് കടയിലേക്ക് പോയി. എന്നിട്ട് കടയിൽ പോയപ്പോൾ അവൻ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ചില്ലറ പൈസ ഒക്കെ എടുത്തിട്ട് അവിടെ വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ പാക്കറ്റ് പാലും പിന്നെ അവനൊരു കോഴിമിഠായി മേടിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കടയിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ചായ ഉണ്ടാക്കാനുള്ള എന്താ പറയുക പരിപാടി. കാരണം വീട്ടിൽ ആരുമില്ല, എല്ലാവരും പണിക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തുമ്പോഴേക്കും. എന്നിട്ട് ഞങ്ങളിതാ പാൽ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പാൽ ചായ കുടിക്കുക. രാവിലെ ഞങ്ങളങ്ങനെ പാൽ ചായ ഒന്നും ഉണ്ടാക്കില്ല. അപ്പോൾ ഇന്ന് എന്തോ പാൽ ചായ കുടിക്കാൻ ഒരു മോഹം തോന്നി. അപ്പോൾ പോയി പാലൊക്കെ മേടിച്ചു കൊടുന്നു. പിന്നെ നമ്മൾ പാല് വൈകുന്നേരം മേടിക്കുന്നുണ്ട്. ഇവിടെ പശുവുള്ള ഒരു വീടുണ്ട്, അപ്പോൾ അവിടെ നിന്ന് പാലൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പാലൊക്കെ കാച്ചാണ് കേട്ടോ. ഏട്ടൻ അവിടെ മാളൂസിനെ മടിയിലൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഏട്ടൻ വീട്ടിലുള്ളതുകൊണ്ട് എനിക്ക് മാളൂസിനെ അധികം നേരം എടുക്കേണ്ട ആവശ്യമില്ല. ഏട്ടന് ഇനി നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ട് വലിയ പണിത്തിരക്കൊന്നുമില്ല. അപ്പം ഏട്ടന് തന്നെയാണ് ഫുൾ ടൈം അവൾ എടുക്കലൊക്കെ. അങ്ങനെ അത് ചായക്കുള്ള പാലൊക്കെ തിളച്ച് വന്നപ്പോൾ ചായപ്പൊടി ഇടാണ്. അപ്പോഴേക്കും മാളൂസ് ചെറിയ കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഞാൻ മേടിച്ചു ഏട്ടനേന്ന് പോയിട്ട്. അവളെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിക്കണം കേട്ടോ. പിന്നെ അവൾക്ക് ഇങ്ങനെ പുറത്തുള്ള ഓരോ കാഴ്ചകളൊക്കെ കാണാനും അടുക്കളയിലേക്ക് വരാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അവളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ സൈലൻ്റ് ആവും. പിന്നെ നമ്മളെന്താ കാണിക്കണേന്ന് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കണ്ടില്ലേ, അപ്പോൾ അടുക്കളയത്തെ ഓരോ കാര്യങ്ങൾ നോക്കുക കേട്ടോ. അവിടെ ഓരോ കളറ് കാണുമ്പോൾ അങ്ങോട്ട് നോക്കും. അതൊക്കെയാണ് അവളുടെ ഇപ്പോഴത്തെ പരിപാടി. അങ്ങനെ അതാ ചായയൊക്കെ റെഡിയായി. ഞങ്ങൾ 3 പേരും കൂടി ചായ കുടിച്ചു കേട്ടോ. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ മീൻകാരൻ്റെ കൂക്ക് കേട്ടു. അപ്പോൾ മീൻ മേടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ മാളൂസിന് ചോറ് കൊടുത്തിട്ട് വന്നു. ചാലിശ്ശേരി അമ്പലത്തിൽ പോയിട്ട് ചോറ് കൊടുത്തിട്ട് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ കടിയൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാല് മേടിച്ചിട്ട് ചായ ഉണ്ടാക്കി എല്ലാവരും കൂടി കഴിച്ചു. അവിടെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നന്നാക്കുകയാണ്. ഏട്ടന് പിന്നെ ഒന്നും പണിയില്ല. പിന്നെ അച്ഛൻ വരും ഊണ് കഴിക്കാൻ. അപ്പോഴേക്കും കറിയൊക്കെ റെഡി ആവണം. ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. കുറച്ച് തുണികളൊക്കെ കഴുകിയിടാണ്ട് അതിനേ ഉള്ളൂ. വേറെ പിന്നെ വൈകുന്നേരത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു മൈക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിന്. പക്ഷേ നമ്മുടെ ഫോണിലത് സെറ്റായില്ല. അതിൻ്റെ പിന്ന് കുറച്ച് വലുതായിരുന്നു. ഇനി മേടിക്കുമ്പോൾ ഒന്നുകൂടി നോക്കി മേടിക്കാം. ഞാനത് തിരിച്ചു കൊടുത്തു. അത് ഏട്ടൻ്റെ ഫോണിലൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഏട്ടൻ്റെ ഫോണിൽ എൻ്റെ ഫോണിലുണ്ട് അത്ര ക്ലാരിറ്റി ഉള്ള ഫോണല്ല ഏട്ടൻ്റെ. അപ്പോൾ പിന്നെ നമ്മളത് വെറുതെ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കണില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് പുതിയാപ്പിള ഏട്ടമീന്, ഇതിന് കിളിമീൻ എന്നും പറയുന്നു ചില സ്ഥലത്ത്. അപ്പം മീൻ കൂട്ടാൻ വെക്കണം, വറുക്കാനൊക്കെ ഉണ്ട്.
പിന്നെ ഇന്നിപ്പോൾ ഇവരുടെ കുളിപ്പിക്കേണ്ടതൊക്കെ കഴിഞ്ഞു. ഒക്കെ രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ട്, എല്ലാവരും നേരത്തെ കുളിച്ചു. അപ്പം അതൊക്കെ നേരത്തെ കഴിഞ്ഞു. അപ്പം ഇനി വേഗം മീനൊക്കെ നന്നാക്കട്ടെ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണരുത്. നമ്മൾ ഇനിയിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ, അപ്പം ഇനി മാളൂസ് നമുക്കിനി നമ്മുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ കൂടി ചോറ് കൊടുക്കാണ്ട്, അതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ചോറ്റാനിക്കര കൊടുക്കാണ്ട്, അത് പിന്നെ ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പോയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ അവിടെ അടുത്തുള്ള അമ്പലത്തിൽ, നമ്മുടെ തട്ടകത്ത് അമ്പലമുണ്ട്, അപ്പോൾ അവിടെ കൊടുക്കാൻ അത് പൂരപ്പം കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നലെ മിഞ്ഞാന്നായിരുന്നു പൂരം. അപ്പോൾ അവിടെ കൊടുക്കണം. അവിടെ കൊടുക്കണമെങ്കിൽ 7 ദിവസം കഴിയണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അത്രയൊക്കെ തന്നെയാണ്. അങ്ങനെ മീനൊക്കെ നന്നാക്കി കറി അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ഇനിയിപ്പോൾ പപ്പടം കാച്ചിട്ട് മീൻ വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ നാരങ്ങ കലക്കാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ, ഉപ്പും പഞ്ചസാര അങ്ങനെ ഓരോന്ന് കലക്കിയിട്ട് കുടിക്കൽ തന്നെ പണി. അത് കഴിഞ്ഞപ്പോൾ ഇതാ മാളൂസ് നീറ്റ് വന്നു. അപ്പോൾ ഞാൻ മീൻ വറക്കുവാണെങ്കിൽ അപ്പോൾ മാളൂസിന് ഡ്രസ്സ് ഇട്ട് കൊടുക്കാത്തത് വേറെ ഒന്നുമല്ല, നല്ല ചൂടാണ്. അപ്പോൾ അവൾക്ക് ചൂട് തീരെ സഹിക്കില്ല. അവൾ ചൂട് എടുക്കുമ്പോൾ തന്നെ നല്ല കരച്ചിലാണ്. റൂമിലേക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എപ്പോഴും കരച്ചിലാണ്. കാരണം അത്ര ചൂടാണ് റൂമിലൊക്കെ. നമ്മുടെ ഓട് വീടാണ്, എന്നിട്ടും കൂടി ഇങ്ങനെ ചൂടാണ് കേട്ടോ. കാരണം മരങ്ങളൊക്കെ നമ്മൾ കുറേ മുറിച്ചല്ലോ, അപ്പം നല്ല വെയിലുമാണ്. അതുകൊണ്ട് ഇപ്പോൾ അകത്തൊന്നും ഇരിക്കാനേ പറ്റില്ല. മുന്നേയൊക്കെ നല്ല തണവായിരുന്നു മരങ്ങളുള്ള സമയത്തൊക്കെ. ഇപ്പോൾ ബാക്കിലുള്ള റബ്ബറും നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പ്ലാവും ഒക്കെ മുറിച്ചു. അപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ മാളൂസിനെ നീട്ടിട്ട് പാൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അവൾക്ക് പാൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടനോട് കുറച്ച് നേരം ഒന്ന് നോക്കാൻ പറഞ്ഞ് അങ്ങനെ അതാ ഏട്ടന് ഞാൻ മീൻ വറക്കുന്ന പണി കൊടുത്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ചെയ്ത് തരും. പിന്നെ എന്താ പറയുക, ഇപ്പോൾ പണിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ചെയ്യണം. പിന്നെ എന്തെങ്കിലും ചെറിയ പണികളൊക്കെ ഉണ്ടെങ്കിൽ ഏട്ടൻ തന്നെ ചെയ്ത് തരും. തുണികൾ മടക്കി തിങ്കളാഴ്ച പണി ഉണ്ടാവും. അങ്ങനത്തെ ഞാൻ തന്നെ കുറച്ച് പണികളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏട്ടനുള്ളതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അവളെ നോക്കാനും എല്ലാം ഏട്ടൻ ഉണ്ടല്ലോ വീട്ടിൽ. പിന്നെ ഞാനും നഴ്സറി കൊണ്ടാക്കുന്ന കാര്യമൊക്കെ ബുദ്ധിമുട്ടാവും. എല്ലാവരും പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ടാക്കാനും ആരും ഉണ്ടാവില്ല. അങ്ങനെ അപ്പം മീൻ വെന്തിട്ടുണ്ടാവുമെന്ന് ചോദിക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പം ഞാൻ തന്നെ അടുക്കളയിലേക്ക് വന്നു. പിന്നെ നമ്മൾ ഗ്യാസുമ്മ വറക്കണോണ്ട് എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വറക്കണം, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകുള്ളൂ. നമ്മുടെ കുഞ്ഞ് ചട്ടിയല്ലേ, വലിയ ചട്ടി ഉണ്ട്, പക്ഷെ അത്രയും വലിയ ചട്ടി ഗ്യാസിൻ്റെ മുകളിൽ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ ഈ കുഞ്ഞ് ചട്ടിയിൽ വറക്കുന്നത്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഒന്നും കൂടി ആവാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ കറി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇനി ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എനിക്ക് എന്താ പറയുക, നാവിൻ്റെ ടേസ്റ്റൊക്കെ പോയിരിക്കുക കേട്ടോ. എനിക്കെന്തോ 2 ദിവസമായിട്ട് ചെറിയൊരു പനിയുടെ ലക്ഷണമുള്ള പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എത്ര ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും എനിക്ക് ടേസ്റ്റ് അറിയുന്നില്ല. ഉപ്പുണ്ടോ നോക്കിയാലും അറിയുന്നില്ല, പുളി ഉണ്ടോ എന്നൊന്നും അറിയുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഏട്ടനെ വിളിക്കുക കേട്ടോ ഉപ്പുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടനും സത്യം പറഞ്ഞാൽ ഏട്ടനും അറിയില്ല ഉപ്പുണ്ട്. ഏട്ടൻ ചോറിലേക്ക് കൂട്ടി കഴിച്ചാലേ അതൊക്കെ അറിയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഏട്ടനെ കൊണ്ട് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അടുക്കളയിൽ നമ്മുടെ ഫോണിന് തീരെ ക്ലിയർ ഇല്ല കേട്ടോ. അതെൻ്റെ ഫോണിൻ്റെ പ്രശ്നം തന്നെയാണ്. അങ്ങനെ കറി കൂട്ടിയിട്ട് നമ്മുടെ ഏട്ടൻ പറഞ്ഞത് ഉപ്പ് കുറച്ച് കുറവുണ്ടാകും, അപ്പോൾ ഒന്നും കൂടി വറ്റിച്ചാൽ മതി, ചിലപ്പോൾ ഉപ്പ് കറക്റ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും കൂടി വറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അടച്ച് വെച്ചു കേട്ടോ. വീണ്ടും ഏട്ടന് പണി കൊടുത്ത് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചു കേട്ടോ. അങ്ങനെ ഏട്ടൻ തന്നെ വറക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം നമ്മൾ മാളൂസിന് കായപ്പൊടിയൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ചിട്ട് പനങ്കൽക്കണ്ടം ചേർത്തിട്ട് ആ പൊടി കുറുക്കി കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നവരയുടെ പൊടിയൊക്കെ കടയിൽ നിന്ന് മേടിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ രാഗി പൊടിച്ച് കൊടുക്കണം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ വെറും കായപ്പൊടി മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഏട്ടൻ മീൻ വറുക്കുന്ന നേരം കൊണ്ട് അവൾക്ക് കുറുക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ പോയത്. അങ്ങനെ അതാ ഏട്ടൻ അടുക്കളത്തെ പണികളൊക്കെ നോക്കുന്നുണ്ട്. നമ്മുടെ ഞാനും അത് ബാക്കിൽ അവൻ്റെ പണികളും ചെയ്യുന്നുണ്ട് കേട്ടോ. അവൻ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലാസ്സിൽ വെള്ളം കൊടുന്നിട്ട് അത് അടുപ്പിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അടുപ്പിൽ മറ്റേ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചതിൻ്റെ കനൽ തീ കുറച്ച് കെടാതെ കെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കെടുത്തലാണ് അവൻ്റെ മെയിൻ പണി. അപ്പോൾ അതിങ്ങനെ കെടുത്തുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കില്ലേ, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഏട്ടൻ വന്നപ്പോൾ ഒന്നും അറിയാത്ത പോലെ നിന്ന് വെള്ളം കുടിക്കാൻ കണ്ടില്ലേ.
ഏട്ടൻ്റെ പണി ഏട്ടൻ കറക്റ്റായിട്ട് ചെയ്തു കേട്ടോ. പിന്നെ മീൻ വറുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് മൂപ്പര് പോയി. അപ്പോഴേക്കും പിന്നെ ഞാൻ മാളൂസിനെ ഉറക്കിയിട്ട് അടുക്കളയ്ക്ക് വന്നു കേട്ടോ. പിന്നെ കറിയൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് തോന്നി കുറച്ച് ഉപ്പ് കുറവുണ്ടെന്ന്. അപ്പം ഞാൻ ലേശം കൂടി ഉപ്പ് ഇട്ടു കേട്ടോ. ഇനി അമ്മ വന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞാലേ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ മീൻ കൂട്ടാൻ വയ്ക്കാൻ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും അമ്മ ഉള്ളപ്പോൾ അമ്മ തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ ഞാൻ വയ്ക്കും. അങ്ങനെയാണ്. പിന്നെ എനിക്ക് കൂടുതൽ സാമ്പാർ, വെള്ളരിക്ക അങ്ങനത്തെ കറികളൊക്കെ വെക്കാനാണ് കൂടുതൽ ഇഷ്ടം. മീൻ കൂട്ടാൻ വയ്ക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ അതൊക്കെ ഉപ്പ് കുറവാണ് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടു കേട്ടോ. വീട്ടിലെപ്പോഴും മീൻ കൂട്ടാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതാട്ടോ അങ്ങനെ പറയുന്നത്. മീൻ കറി എന്ന് തന്നെ പറയാം, പക്ഷെ ഞാനത് വീട്ടിൽ പറയുന്ന ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ. പിന്നെന്താ, അങ്ങനത്തെ മീൻ വറുത്തൊക്കെ ഞാൻ നമ്മുടെ പാത്രത്തിലാക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളവിടെ ഒരുപാട് പൂച്ചകളുണ്ട്. അവർ നമ്മുടെ കണ്ണൊന്ന് നെറ്റിയ മതി അടുക്കളയിൽ കയറി എല്ലാം കട്ടുകൊണ്ട് പോകും. അപ്പോൾ എല്ലാം നന്നായി അടച്ച് വെക്കണം. അടച്ചിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ വെക്കണം സ്റ്റാൻഡിൽ. അതിന് മുകളിലാണ് മീൻ പാത്രം എപ്പോഴും വയ്ക്കുക, അല്ലെങ്കിൽ പൂച്ചകൾ നമ്മളറിയാതെ കയറി അതൊക്കെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ എൻ്റെ ചോറിൻ്റെ കറിയും പപ്പടം കാച്ചലും മീൻ വറുത്തൊക്കെ കഴിഞ്ഞു. ഇനി എടുത്ത സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ച് എടുത്ത് വെക്കണം. അതുപോലെ തന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാണ്ട് പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കട്ടെ. അങ്ങനെ ഞാൻ പാത്രം കഴുകൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വിചാരിച്ചു വെയിൽ മാറിയിട്ട് കഴുകിയാൽ മതിയോന്നോ. പിന്നെ എനിക്ക് എന്താ പറയുക, പാത്രം അവിടെ കൂട്ടിയിട്ട് കിടക്കുന്നപ്പോൾ കഴുകാൻ തോന്നി. അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് കഴുകി. പിന്നെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു ഊണ് കഴിക്കാൻ. പിന്നെ ഏടത്തിയമ്മ അവിടെ ഉണ്ടായിരുന്നു വീട്ടിൽ. പിന്നെ ഏട്ടൻ അവിടെ മാളൂസ് നീറ്റപ്പോൾ അവളെ നോക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഫോൺ സ്റ്റാൻഡ് വെച്ച് കണ്ടിട്ട് എടുത്തിട്ട് ചോദിക്കേട്ടത് എന്താ പരിപാടിയെന്ന്. അപ്പോൾ എടുത്തിലേക്കറിയാം ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചോറൂടൊക്കെ ആയതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് എടുത്ത് നോക്കുകയാണ്. എങ്ങനെയോ എഡിറ്റ് വരുന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയാം. അപ്പോൾ അച്ഛനമ്മേത് അവിടെ ഇന്ന് ചോറുന്നുണ്ട്, ഏട്ടൻ ഊണ് കഴിക്കുന്നുണ്ട്, എല്ലാവരും ഊണ് കഴിക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഞാനും മാളൂസും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ നീറ്റിരിക്കുകയാണ്. അവൾ തീരെ എടുക്കാൻ കൂട്ടാനില്ല. അപ്പോൾ ആ ടി വിയിലേക്കാണ് കേട്ടോ കണ്ണ്. ടി വി കാണാൻ അവൾ ടി വി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ആയിരിക്കും നോക്കുകയാണ്. ഏട്ടൻ ഉണയിച്ച് കഴിഞ്ഞപ്പോൾ മാളൂസിൻ്റെ ഏട്ടനയിൽ കൊടുത്തിട്ട് ഞാനും കൂട്ടിയിട്ട് ചോറിന് തുടങ്ങി കേട്ടോ. അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ വായ കഴിച്ചിട്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഒരു ടേസ്റ്റും അറിയണില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വീഡിയോ ഇതുവരെ മതിയെന്ന് വിചാരിച്ചു. ബാക്കി വീഡിയോ എടുക്കാൻ എനിക്കൊരു മൂഡില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരാം. ടാറ്റാ, ബൈ, സീ യു.